I need you. I want you. I want you mine. അതെ, അറിയാമേലായിട്ട് ചോദിക്കുക. തല എവിടെ ഇടിച്ചില്ലല്ലോ അല്ലേ? നീ എന്ത് വിചാരിച്ചു ഞാൻ നിന്നെ കിസ് ചെയ്യുന്നു? അല്ല, ഈ ഭർത്താവ് എന്ന അധികാരം ഉപയോഗിച്ച് ഞാൻ കിസ് ചെയ്യുമെന്ന് നീ പ്രതീക്ഷിച്ചോ? അത് ഈ ജന്മം നടക്കില്ല. അങ്ങനെ സംഭവിക്കാനേ ഇത്രണവേ ഇനി ഒരു ജന്മം കൂടി ജനിക്കണം. നമ്മുടെ വിവാഹം ഒരു പോസ്റ്റ് മാരേജാ, അതിനപ്പുറം ഒന്നുമില്ല. അത് ഓർക്കുന്നതാണ് നമുക്ക് രണ്ടു പേർക്കും നല്ലത്. ഓക്കെ? പിന്നെ മേലാൽ ഈ തെമ്മാടിത്തരം കാണിച്ചു പോരുത്. കൊണ്ടുപോയിക്കോ. താനുണ്ടല്ലോ, ഈ ജന്മം പെണ്ണ് കിട്ടാതെ മുടിഞ്ഞു പോവും. അപ്പോഴേ തനിക്ക് എന്റെ വില മനസ്സിലാവും. ഓ, സന്തോഷം. ഒന്ന് കിട്ടിയതിൻ്റെ സൈഡ് എഫക്ട്സ് തന്നെ ഇത്രയും കാലമായിട്ട് തീർന്നിട്ടില്ല. അപ്പോഴാ ഇനി അടുത്തൊന്ന്. അത് സഹിക്കാനുള്ള ത്രാണി എനിക്കില്ല കുഞ്ഞെ. കുഞ്ഞു തന്റെ മറ്റെവിടാടോ? ഇടി ഇടി ഇടി, എനിക്ക് എന്തിൻ്റെ കേടാണ്? എന്ത് പറഞ്ഞാലും എൻ്റെ മറ്റേവള് പാവോ ജെനിഫർ, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ അവളുടെ തലയിൽ എല്ലാം കൊണ്ടുവരിക്കുന്നത്? അവൾ എവിടെയെങ്കിലും സ്വസ്ഥമായി ജീവിക്കാനും സമ്മതിക്കില്ല വെച്ചാ? ജെനിഫറോ? എടോ, തന്നോട് ഞാൻ പറഞ്ഞു തന്റെ മറ്റുള്ള ജെനിഫറാണെന്ന്. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. താനും ആ ജെനിഫറും ഒക്കെ കൂടെ ചേർന്ന് എന്നെ പറ്റിക്കായിരുന്നല്ലേ? എടോ, ഈ ലോകത്ത് ഏതെങ്കിലും ഭർത്താക്കന്മാരുണ്ടാവുമോ തന്നെ പോലെ മുരടന്മാര്? എന്റെ വിവരക്കേടായിരുന്നു തന്നെ കല്യാണം കഴിച്ചത്. ഏത് സമയത്താണെന്നോ തോന്നിയത്. അല്ലെങ്കിലും ആരെങ്കിലും ഇപ്പോഴും പഴയ കള്ള കാമുകിനെയും വിളിച്ച് സ്വന്തം ഭാര്യയുടെ ഉമ്മറത്ത് കൊഞ്ചിച്ചുകൊണ്ട് സംസാരിക്കോടോ? തന്നെയൊക്കെ ഉണ്ടല്ലോ പെട്ടി കണ്ടെത്തുണ്ടാക്കി കൊല്ലണമായിരുന്നു ഞാൻ. അത് ചെയ്യാത്തതേ. നിർത്ത്. ഇതാണ് നിന്റെ പ്രശ്നം. ഒന്ന് താഴ്ന്ന് നിന്ന് തന്ന അപ്പം നീ തലക്കാരൻ നിരങ്ങാൻ തുടങ്ങും. എന്തായാലും മരുമോളുടെ ഈ വിവരക്കേടുണ്ടല്ലോ, ഈ തോന്നിവസം, അത് ഞാൻ ജിനിമമ്മിയോടൊന്ന് പറയുന്നുണ്ട്. നിന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് ജിനിമമ്മിയാണല്ലോ. അതൊന്നും അറിയട്ടെ. അല്ല, എൻ്റെ മമ്മി ഒന്നറിയട്ടെ സ്വന്തം മരുമോളുടെ തോന്നിവാസങ്ങൾ ഭർത്താവിൻ്റെ നേരെ കാണിച്ചു കൂട്ടുന്നത്. കടുവേ, അങ്ങനെയുള്ള കടുത്ത തീരുമാനങ്ങളും എടുത്ത് എന്നെ പ്രതിസന്ധിയിലാക്കല്ലേ. ആകെ എനിക്ക് ആ വീട്ടിൽ സപ്പോർട്ട് ഉള്ളത് ജിനിമമ്മിയും ജോണിപ്പപ്പയും. അതും കൂടെ താൻ കളയല്ലേ. അയ്യോ പാവം, എട്ടി ആകെ ആ വീട്ടിൽ ഞാനും ജോണിപ്പപ്പയും ജിനിമമ്മിയും മാത്രമേ ഉള്ളൂ. അവർ രണ്ടുപേരും നിന്നല്ലേ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഒറ്റയ്ക്കാവുന്നത് ഞാനല്ലേ? മിണ്ടോതെ അവിടെ ഇങ്ങനെ ഇരുന്നോണം. എന്തായാലും മരുമോളുടെ ഈ കള്ളക്കളി ഞാൻ ഇന്ന് പൊളിക്കുന്നുണ്ട്. കടുവ ഉറപ്പിച്ചോ? അപ്പൊ കടുവ ഉറപ്പായും ജിനിമമ്മിയുടെ അടുത്ത് ഞാനാണിത് കാണിച്ചെന്നുള്ളത് പറഞ്ഞു കൊടുക്കും. ആ അതെ, നിന്നെ ഒരു പാഠം പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓ, പിന്നെ പാഠം പഠിക്കാൻ ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയൊന്നുമല്ല. അയ്യോ, പറയുന്ന കേട്ടില്ലേ? 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്കുള്ള മാനേഴ്സ് എങ്കിലും നിനക്കുണ്ടടി. ഓ, ഞാൻ സഹിച്ചു. എന്തായാലും എനിക്ക് നിങ്ങളെക്കാൾ നല്ല മാനേഴ്സ് ഉണ്ട്. അല്ലാതെ വീട്ടുകാരോട് കള്ളം പറഞ്ഞു പോയിട്ടേ വെള്ളം ഒടിക്കുന്ന സ്വഭാവം, കണ്ട ബാറിലൊക്കെ കയറി വെള്ളം ഒടിക്കുന്ന സ്വഭാവം നിങ്ങളെപ്പോലെ എനിക്കില്ല. ഓ, പ്രപഞ്ചത്തിൽ ഇതുവരെ കാണാത്തൊരു നന്മമരം വന്നിരിക്കുന്നു. നന്മമരം. നീ പോട കള്ളക്കടുവേ. കുക്കു, നീ സഹിക്കുന്നതിനും പരിധി വിട്ടു പോവുക. ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറഞ്ഞേക്കരുത് മേലാൽ. ഞാൻ വെള്ളം ഒടിക്കുന്ന കാര്യം നീ കണ്ടോടി? ഇല്ല. അപ്പോൾ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയാൻ നീ ഇനി നിൽക്കണ്ട. എനിക്ക് കള്ളം പറയുന്നവനെ തീരെ ഇഷ്ടമല്ല, ഒട്ടും ഇഷ്ടമല്ല. ഞാൻ ഇതുവരെ ആരോടും കള്ളം പറഞ്ഞിട്ട് പറ, കള്ളം പറഞ്ഞിട്ടേ ഇല്ലല്ലേ? എന്ത് നുണേനോടോ താൻ എന്നോട് ചോദിച്ചില്ലേ എനിക്ക് മാനേഴ്സ് ഉണ്ടോന്ന്? എടോ, എൻ്റെ അച്ഛനും അമ്മയും നല്ല അന്തസ്സായിട്ട് എന്നെ പഠിപ്പിച്ചു തന്നത്. എന്ത് തോന്നിയാലും അത് ആരുടെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ട്. പേടിത്തുറം കെട്ടിയെന്ന് തന്നെയൊക്കെയാണല്ലോ ഞാൻ കടുവയെന്ന് വിളിച്ചത്. പിന്നെ ഞാൻ കണ്ടില്ല എന്നില്ലല്ലോ, പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് മദ്യപിക്കുന്ന ഫോട്ടോ എടുത്ത് തന്നായിരുന്നു. എന്തൊക്കെയായിരുന്നു ജിനിമമ്മി പറഞ്ഞത്? എൻ്റെ മുൻമദ്യപിക്കൽ അവന് മദ്യമെന്ന് കേൾക്കുന്നതിൻ്റെ മണം കേട്ടാൽ അപ്പ തലാർക്കമേ. ഓ കുക്കു, ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ ഫോൺ ഇതാ ഞാൻ ഡിലീറ്റ് ചെയ്യാം. നിനക്കതിൻ്റെ പുറകിലുള്ള സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല. ഫോട്ടോ ഡിലീറ്റ് ചെയ്യാൻ സൗകര്യമില്ല. താൻ എന്ത് ചെയ്യും? കുക്കു, ഫോൺ കയ്യുടെ മനമേ, അത് മനസ്സിൽ വെച്ചാൽ മതി, ഞാൻ തരത്തില്ല. പോയിട്ട് ഒത്തിരി നേരമായില്ലേ? ഇത്രയും നേരമായിട്ട് അവളെന്താ തിരിച്ചു വരാത്തത്? ഒരു 4-5 ഫോട്ടോ കോമഡി ആയിട്ടുള്ള ഫോട്ടോ അയക്കുന്നത് ഇത്ര വലിയ ഉപദേശത്തിനുള്ള സ്കോപ്പ് വല്ലതിലുണ്ടോ? ഇല്ലല്ലോ. പിന്നെന്താ തിരിച്ചു വരാത്തത്?
കൊച്ചിന്റെ കടവ കെട്ടിയാൻ കയറിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് മേഞ്ഞിട്ടണം. മേഞ്ഞ നമ്മുടെ കുക്കിക്ക് കലി അങ്ങോട്ട് കയറിയപ്പോ അവളാ തുറപ്പിച്ചിട്ട് എങ്ങാനും എടുത്ത് പ്രയോഗിച്ചിട്ടണം. അതുകൊണ്ടായിരിക്കും ചിലപ്പോ അവള് വരാൻ വൈകുന്നത്. അവളുടെ കാര്യമെങ്കിലും രക്ഷപ്പെടട്ടെ, എന്നെ പോലെ ആവണ്ടല്ലോ. നിനക്ക് എന്ത് ധൈര്യം ഉണ്ടടി എന്റെ ചങ്ക് റോസിയെ കരയിപ്പിക്കാനായിട്ട്? അവളെ കരയിപ്പിച്ചാലും ചോദിക്കാനും പറയാനും വരില്ലാന്ന് വിചാരിച്ചോ? നമ്മളൊക്കെ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ നിനക്ക് ഞാൻ ആ സാറിനെ നോക്കി, കൃതിക് സാറിനെ നോക്കി ഒലിപ്പിക്കുമ്പോ നിനക്ക് പറഞ്ഞുകൂടായിരുന്നു അങ്ങേര് നിന്റെ കാമുകനാണെന്ന്? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ അങ്ങേരുടെ പുറകെ നടക്കുമായിരുന്നു. ഇപ്പൊ ഞാൻ അങ്ങേരുടെ പുറകെ നടന്ന് ശോകനാശിനിയും പാടിക്കൊണ്ട് നടക്കേണ്ട അവസ്ഥയായി. മാനസമയനിയും പാടി ശോകനാശിനിയായി നടക്കേണ്ട അവസ്ഥ ഉണ്ടാക്കി തന്നെ. ഇത് നിനക്ക് ഒഴിവാക്കായിരുന്നില്ല യോജി. എന്താണ് പുല്ലേ നിർത്തടി നിന്റെ അഭ്യാസം. എന്താ പറഞ്ഞ ഇന്ന് രാവിലെ വന്നൊരു സാറിന് വേറെ ഒരാളുണ്ട്, അങ്ങേരെ പ്രേമമാണെന്ന് പറഞ്ഞിട്ടുമില്ല. എന്നിട്ട് അങ്ങേര് നിന്നെ തേച്ചിട്ട് പോയിരുന്നു. നീ എന്റെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടാ? 24 മണിക്കൂർ പോലും ആയിട്ടുണ്ടാവില്ല നിങ്ങൾ കണ്ടിട്ട്. കൂടിപ്പോയ 2-3 മണിക്കൂർ. അപ്പോഴാണ് ഈ മാനസമേനിയും ശോകനാശിനിയും പാടേണ്ട അവസ്ഥ എത്തി. ശരി, 5-6 വർഷമായി ഞാൻ ആ മനുഷ്യനെ സിൻസിയറായി പ്രേമിച്ചിട്ട്. ഇന്നലെ ഏതോ ഒരു പെൺകുച്ചി ഫോണിൽ വിളിച്ചതിന്റെ പേര് ചണ്ടയുണ്ടാക്കി 2 ധ്രുവായിരിക്കുമ്പോ അതിന്റെ ഇടയിൽ കൂടെ വന്നിട്ട് അവളുടെ ഒരു ഒടുക്ക. ഒരു സമയത്ത് ഞാൻ പ്രണവ് സാറാ വളച്ചിട്ട് അങ്ങേരെ കൊണ്ട് നിന്നെയൊക്കെ ക്ഷണ്ണാട്ട വായിപ്പിക്കും. എന്നിട്ട് ഞാനൊരു രാജകുമാരി, സാറിന്റെ ഭാര്യയായി, സാറിന്റെ 2 പിള്ളേരുടെ അമ്മയായി സന്തോഷമായി നിന്റെയൊക്കെ മുമ്പിൽ കൂടെ ജീവിച്ച് കാണിച്ച് തലോടി. ഇതിൽ ജനറ്റ പറയുന്നേ, ജനറ്റ് പുല്ലേ. മര്യാദക്ക് എന്റെ മുൻപിന് പോയിക്കോ, അല്ലെങ്കിൽ കൈക്കെട്ടി പോലെ സ്വാധനം എടുത്ത് ഇവളുമാരെ ഞാൻ എന്തെങ്കിലും ചെയ്യും. തലയ്ക്ക് മേലെ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോഴേ ഇവളുകാരുടെ ഒടുക്കത്തോ ഒരു ആക്കല് പറ. ഓ റോസി, ലിസ, ഇപ്പൊ ഇവിടെ നിന്ന് പോകുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിനും ശരീരത്തിനും നല്ലത്. അപ്പൊ മര്യാദക്ക് ഇവിടെ നിന്ന് പോവാം, അല്ലെങ്കിൽ ആ പിശാച് നമ്മളെ എന്തെങ്കിലും ചെയ്യും. അവൾ ഉദ്ദേശിച്ചതേ ഞങ്ങളിപ്പോ പോട്ടേന്നാ. നമുക്ക് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ കാണാം. കൃതിക് സാറ് നിന്റെ സ്വന്തം, നിന്റെ മാത്രം. ഓക്കെ, ഞങ്ങൾ ആ വഴിക്ക് വരുന്നേ ഇല്ല. ഞങ്ങൾ പോയിക്കോട്ടെ. ബോഡി പോ കലക്കി യോഞ്ചി കുട്ടിക്കായി. നീ നമ്മുടെ ടീമിന്റെ അഭിമാനം രക്ഷിച്ചു. എന്തായിരുന്നു കലിപ്പ്. ഇത്രയ്ക്ക് വികാരമായിരിക്കും പ്രേമത്തിനുണ്ടാകുകയെന്ന് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ എന്നെ ഒന്ന് ട്രൈ ചെയ്യേണ്ടതായിരുന്നു. ശരി, ഇനിയിപ്പൊ ട്രൈ ചെയ്യാം. യുടെ മൂട്. ഞാനും ഇവിടെ പ്രേമത്തിൽ വീണ് ചാവാതിട്ട് ചാവുന്നു. അവൾ അവിടെ ഒരുത്തം പ്രേമത്തിൽ വീഴാത്തത് കൊണ്ട് കഷ്ടപ്പെടുന്നു. ഇനിയിപ്പൊ നീയും കൂടെ പ്രേമത്തിൽ വീണ നമ്മുടെ ഈ ടീമിനത് താങ്ങാനാവില്ല മുത്തേ, താങ്ങാൻ. അതെ, പ്രേമത്തിൽ വീഴാത്തത് കൊണ്ട് കഷ്ടപ്പെടുന്ന വ്യക്തിയെ കടുവ സങ്കേതത്തിൽ പോയിട്ടേ ഇച്ചിരി നേരമായി. അല്ല, ഇത്രയും നേരമായിട്ട് കാണാനില്ല. ഒന്ന് പോയി നോക്കിയാലോ? അത്രയ്ക്ക് കടുത്ത തീരുമാനങ്ങളൊക്കെ വേണോ? നോക്കി നമ്മുടെ ബെസ്റ്റ് അല്ലേ. അപ്പൊ നമുക്ക് അത്രയ്ക്ക് കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കാവുന്ന അധികാരമൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കത് എടുക്കാം. ഓക്കെ, എന്ത് മനുഷ്യനാണോ എന്തോ. അങ്ങേരാണെ ഡോറ് എന്റെ കൊച്ചിനെ അകത്തിട്ട് പൂട്ടിയതും പോരാ, ഒരു ജനാല പോലും ഇല്ലല്ലോ ഈശ്വര ഒളിഞ്ഞു നോക്കാനായിട്ട്. ഏത് നോക്കും? ആ അന്നാമ്മേ, ഇങ്ങോട്ടേക്ക് വാ, ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. കുക്കി, മര്യാദയ്ക്ക് ആ ഫോണ് തരുന്നതാണ് നിനക്ക് നല്ലത്, അല്ലെങ്കിൽ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങി. നീയുടെ മനമേ, തരാനേ എനിക്കിപ്പോ സൗകര്യമില്ല. താൻ കൊണ്ടുപോയി കേസ് കൊടുക്കണം. നീ എന്നെ ഒന്ന് പിച്ചിക്കേടി. ഞാനീ കാണുന്നത് സ്വപ്നമാണോ അതോ ഒറിജിനലാണോ? ഞാൻ കാണുന്നത് തന്നെയല്ലേ നീയും കാണുന്നത്. പിന്നെന്തിനാ ഇങ്ങനെയൊരു ചോദ്യം? അപ്പൊ സത്യത്തിൽ അവർ രണ്ടുപേരും കിസ്സടിച്ചെന്നേ. അപ്പൊ ആർമീസ്, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു. ഇനി താങ്ങാനുള്ള ശേഷി ഞങ്ങൾക്ക് ആർക്കും ഇല്ല.
ഈ ഷോക്കിൽ നിന്ന് എഴുന്നേറ്റോട്ടെ. അതിനുശേഷം നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ടാറ്റ ബൈ ബൈ. സീ യു സൂൺ ആർമീസ് ടു ബി കണ്ടിന്യൂ.